ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ശിംശോനെ കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത്. മനോഹ ദമ്പതികൾക്ക് ദൈവവാഗ്ദത്ത പ്രകാരം നാസർ വ്രതക്കാരനായി ജനിക്കുന്ന ഒരു മകനാണ് ശിംശോൻ. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട് വന്നു എന്നൊക്കെ നമ്മൾ ഇന്നലെ വായിച്ചു. ഇന്ന് ശിംശോൻ നാസർ വ്രതക്കാരനാണെങ്കിൽ ഒരു പിന്മാറ്റത്തിലേക്ക് പോകുന്ന സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാസർ വ്രതക്കാരനായി സന്യസ്തനായി ജീവിക്കേണ്ടവൻ ഒരു ഫെലിസ്ത്യ സ്ത്രീയിലെ ആകൃഷ്ടനാവുകയാണ്. ഫെലിസ്ത്യരാണ് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആഗ്രഹം അവൻ്റെ മാതാപിതാക്കളോട് അവൻ പറഞ്ഞപ്പോൾ അവർ അതിനെ ആദ്യമേ എതിർക്കുകയാണ്. ഇസ്രായേൽക്കാരിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ സ്ത്രീ എടുത്തുകൂടെ, നീ ഫെലിസ്ത്യ നമ്മളെ പീഡിപ്പിക്കുന്ന നമ്മുടെ ശത്രുക്കളായിരിക്കുന്ന ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു സ്ത്രീയെ മോഹിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളും പലപ്പോഴും ശിംശോനെ പോലെ ദൈവാത്മാവിനാൽ വിളിക്കപ്പെട്ടവരും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവികമായ ശക്തി പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടവരാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ മാനുഷികമായ ബലഹീനത, സാഹചര്യ സമ്മർദ്ദങ്ങളൊക്കെ ദൈവവിളിക്ക് വിരുദ്ധമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്കും പ്രേരകമാകാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത്. ശാരീരികവും ഭൗതികമായ മോഹങ്ങൾ ദൈവവിളിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പഴയ നിയമത്തിലെ ജോസഫ് പിതാവിനെ ഓർക്കേണ്ടത്. ആ കാലഘട്ടങ്ങളിൽ ന്യായപ്രമാണം പോലും ലോകത്തിന് ലഭിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. വാഗ്ദത്ത കാലഘട്ടമാണ്. അന്നാണ് പുത്തിപ്പോറിൻ്റെ ഭവനത്തിൽ പാപം ചെയ്യാനുള്ള അവസരം ജോസഫിന് കിട്ടിയപ്പോൾ ആ പാപത്തെ ഒഴിവാക്കി അവൻ കാരാഗൃഹത്തിൽ പോകേണ്ടി വന്നു. എന്നാൽ വാസ്തവത്തിൽ ജോസഫിൻ്റെ ജീവിതം ആരംഭിച്ച് അവിടെ നിന്നാണെന്ന് നമുക്കറിയാം. സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് ലഭിക്കുകയും പിന്നീട് ഫറവോൻ്റെ സന്നിധിയിൽ ഉയർത്തപ്പെടുകയും പുണ്യപിതാക്കന്മാരിൽ ഒരാളായി വേദപുസ്തകം നമ്മെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് പിതാവ്. അദ്ദേഹം ആണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മാതൃകയാകേണ്ടത്. ശിംശോൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനും വിളിക്കപ്പെട്ടവനും പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നവനുമാണ്. പക്ഷെ അവൻ വീണ്ടും പാപത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതായി നമ്മൾ ഈ സംഭവത്തിൽ കാണുന്നുണ്ട്. 5 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ തിന്മ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവൻ പോകുമ്പോൾ ഒരു ബാലസിംഹം അവന് നേരെ വരികയും അവനതിനെ 4 പോലെ കീറിക്കളയുകയും ചെയ്യാനുള്ള ശക്തി അവൻ പ്രാപിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നുവെന്നാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ഏത് പൈശാചിക ശക്തികളെയും എത്ര ഉന്നതമായാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ശിംശോൻ്റെ ഈ പ്രവർത്തനം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നമ്മെ ഭയപ്പെടുത്തുന്ന സിംഹതുല്യമായ പൈശാചിക ശക്തികൾ നമുക്കെതിരെ വരുമ്പോഴും നമുക്കതിനെ 4 പോലെ കീറിക്കളയാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കണം. അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഒരു തിന്മയ്ക്കും ദൈവികമായ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വെളിച്ചത്തിന് അന്ധകാരത്തെ കീഴ്പ്പെടുത്താം. അന്ധകാരം എത്ര ശ്രമിച്ചാലും വെളിച്ചത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലെങ്കിലും ശിംശോൻ്റെ നിർബന്ധത്താൽ ഫെലിസ്ത്യ സ്ത്രീയെ അവൻ വിവാഹം കഴിക്കുകയാണ്. നമ്മളും പലപ്പോഴും പാപത്തിൻ്റെ പ്രേരണയാൽ അവിഹിതമായ പലവിധമായ പാപങ്ങളിലേക്കും പോകുവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ശിംശോൻ അവിടെ 12-ാം വാക്യത്തിൽ ശിംശോൻ ഒരു കടങ്കഥ ചോദിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലിൽ നിന്ന് മാധുര്യവും ഉണ്ടാകുമോ? സിംഹത്തെ കൊന്നതിന് ശേഷം വീണ്ടും അവൻ ആ പ്രദേശത്തേക്ക് പോകുമ്പോഴാണ് ആ സിംഹത്തിൻ്റെ അസ്ഥികൂടത്തിനുള്ളിൽ ഒരു തേൻ കാണുകയും അതെടുത്ത് ഭക്ഷിക്കുകയും അവൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഫെലിസ്ത്യ ദേശക്കാരോട് അവൻ്റെ ചേർന്നുള്ളതായ അവന് സ്നേഹിതന്മാരായി വന്ന യുവാക്കന്മാരോട് അവൻ ചോദിച്ച ഒരു കടങ്കഥയാണിത്. ഭോക്താവിൽ നിന്ന് മാധുര്യവും
ഭോജനവും മല്ലിൽ നിന്ന് മാധുര്യവും എന്ന് പുറപ്പെടുമോ? അതിന് ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചണം കൊണ്ടുള്ള വസ്ത്രവും വിശേഷതയുള്ള വസ്ത്രവും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അദ്ദേഹം അവിടെ വെറ്റിവെക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും അത് പറയാൻ സാധിക്കുന്നില്ല. അതിനുശേഷം 7 ദിവസത്തെ വലിയ വിരുന്ന് അപരിച്യ സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹം അവിടെ നടത്തുകയാണ്. ആളുകളൊക്കെ ചോദിച്ചപ്പോഴും അവർക്ക് ആർക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല. 7-ാം ദിവസമായപ്പോഴേക്കും അവൻ്റെ ഭാര്യ അവനെ നിർബന്ധിച്ചു, ആ രഹസ്യം എന്നോടെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാണ്. അവൻ അവളോടുള്ള ആ പ്രേമം മുഖാന്തരം ആ സത്യം അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവളത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരതിന് ഉത്തരം പറയാൻ കാരണമായി തീരുകയും ചെയ്തു. ഇന്നും ഭൂമിയിൽ ശക്തന്മാരായ പല ആളുകളും ഇതുപോലെയുള്ളതായ പ്രതിസന്ധികൾ ചെന്നുപെടുന്നത് ഇതുപോലെയുള്ള അവരുടെ ജീവിത പങ്കാളി മുഖാന്തരം പലപ്പോഴും അബദ്ധത്തിലേക്ക് ചെന്ന് വീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരവസ്ഥയാണ് ശിംശോൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാകുന്നത്. അവനത് പറഞ്ഞു കഴിഞ്ഞ് അവരാ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനവരോട് പറഞ്ഞു, എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് നിങ്ങൾ ഉഴുതു, അതുകൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മുഖാന്തരമാണ് നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല എന്ന്. എങ്കിലും ദൈവികമായ ശക്തിയാൽ അവൻ അവരോട് പറഞ്ഞതായ വാക്കവിടെ പാലിക്കുകയാണ്. അവൻ അടുത്ത് കാണുന്നതായ ഗ്രാമത്തിൽ ചെന്ന് പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ള കുറേ ആളുകളെ കൊന്ന് അവരിൽ നിന്ന് ആ ചണവസ്ത്രവും അതെല്ലാം എടുത്ത് അവർക്കൂടെ കൊടുക്കുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ കോപാകുലനായി അവിടെ നിന്ന് പോകുന്നു. അവൻ്റെ ഭാര്യയെ അവൻ്റെ അമ്മായിയപ്പൻ അവൻ്റെ തോഴന്മാർക്ക് അവൻ്റെ ഒരു തോഴന് വിവാഹം ചെയ്തു കൊടുത്തതായി നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അവൻ കോപിഷ്ഠനായി പോയി, ഇനി അവൻ വരുമോ ഇല്ലയോ എന്ന് അവർക്ക് ഇത് നിശ്ചയമില്ല. തൻ്റെ മകളുടെ അപമാനം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അപ്പൻ ചെയ്ത പണിയാണ് തോഴന്മാർക്ക് അവൻ്റെ ഒരു വിവാഹത്തിനുള്ളതായ ഒരു തോഴന് അവർ സ്നേഹിച്ചതായ ആ പെൺകുട്ടിയെ അയാൾ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. എന്തൊരു ശോചനീയമായ ഒരു അവസ്ഥയാണ് നാസീർവ്രതക്കാരനായ ശിംശോൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുക. ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായ മനുഷ്യൻ ഇന്ന് ഇവർ നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാപം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഒക്കെ സംഭവിക്കുക? എന്നാൽ ദൈവികമായ ശക്തിയാൽ ആ നാസ്തികവ്രതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവൻ ജീവിക്കുന്നുവെങ്കിൽ അവനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് ജോസഫ് പിതാവ് പാപം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഒരുപാട് പ്രേരണ മറ്റുള്ള പാപങ്ങൾക്ക് അദ്ദേഹത്തിനുണ്ടായി. അതിനെല്ലാം അദ്ദേഹം ദൈവികമായ ശക്തിയാലും പ്രാർത്ഥനയാലും അതിജീവിക്കുന്ന നമുക്ക് കാണുന്നു. ജഡൻ ലോകം പിശാചുവും മൂന്നോടുകൂടെ പോരാട്ട സഭയിൽ ജീവിക്കുന്ന നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവലാൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വേദപുസ്തക വായനയും പഠനമൊക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, ശിംശോനെ പോലെ ആവാതെ ആ ജോസഫിനെ പോലെ നീതിപൂർവമായ സത്യസന്ധമായ പാപം തീണ്ടാത്തൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിയെ ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മയെല്ലാം സഹായിക്കുമാറാകട്ടെ.